ഹായ്, നമുക്ക് ഇന്ന് സുപ്രധാന നിയമങ്ങൾ എന്നുള്ള ടോപ്പിക്കിന്റെ മൂന്നാമത്തെ സെക്ഷൻ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ SC/ST ആക്ട് എടുത്തിട്ടുണ്ട്, പിന്നെ RTA എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് നിയമത്തിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ആ മൂന്ന് ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇന്ന് നമുക്ക് എന്താണ് സ്ത്രീകളും ആയിട്ട് ബന്ധപ്പെട്ട കുറേ നിയമങ്ങളുണ്ട്, സുപ്രധാനമായിട്ട് കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ അതും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെയുള്ള കണക്റ്റഡ് ഫാക്ട്സും ആയിരിക്കും പറയുന്നത് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണം എന്നൊരു നിയമമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഈ പറഞ്ഞ ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണം ചില ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസിന്റെ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അപ്പൊ ആ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് വെച്ചത്. എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ ആക്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് ചോദിച്ചത്. എന്നാണ് വർഷം പറയാമെന്നാണ് നമുക്കറിയാം. 2005 എന്ത്, ഈ 2005 ഈ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. പക്ഷെ ഈ നിയമം നിലവിൽ വരുന്നത് എന്നാണ് 2006, 2005 നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. പക്ഷെ എപ്പോഴാണ് നിലവിൽ വരുന്നത് ഓർത്തിരിക്കുക, 26 ഒക്ടോബർ 2006 എന്ത് വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് എന്നാണ്. 26 ഒക്ടോബർ 2006 പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നാണ്. 2005 ഓഗസ്റ്റിലാണ്. ഇത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്ന ഒരു ഡേറ്റ് കൊണ്ട് ചോദിച്ചിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം ഈ പറഞ്ഞ പ്രസിഡന്റ് സൈൻ ചെയ്യുന്ന എപ്പോഴാണെന്ന് നോക്കി. പ്രസിഡന്റ് സൈൻ ചെയ്യുന്ന എപ്പോഴാണ്? 13 സെപ്റ്റംബർ എന്നാണ്. 13 സെപ്റ്റംബർ 2005 എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് ഈ പറഞ്ഞ നിയമം സൈൻ ചെയ്യുന്നത്. ആ ബില്ല് സൈൻ ചെയ്യുന്നത് 13 സെപ്റ്റംബർ 2005 എന്ന് ഓർത്തിരിക്കുക. എന്നാണ് 13 സെപ്റ്റംബർ 2005 ഈ പറഞ്ഞിട്ടുള്ള ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം ആര് സൈൻ ചെയ്യുന്നത്? പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത്. അപ്പൊ നിലവിൽ വരുന്നത് എന്നാണ്? 26 ഒക്ടോബർ 2006 നിലവിൽ വരുന്നത്. പക്ഷെ ഈ നിയമം നമ്മൾ എന്താ പറഞ്ഞത്? ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണം 2005 തന്നെയാണ് അതിനെ പറയുന്നത് കേട്ടോ. എല്ലാ നിയമങ്ങളും എടുക്കുമ്പോഴും അതിനകത്ത് ഡെഫിനിഷൻ ഒരു സെക്ഷൻ വെച്ചിട്ടാണ് ആ നിയമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഡെഫിനിഷനകത്ത് എഴുതിയിട്ടുള്ള ഓരോ പോയിന്റ്സും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കാര്യം ഇത് 5 മാർക്കാണ്. 5 മാർക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഗാർഹിക പീഡനം എന്നുള്ള ഡെഫിനിഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നൊരു സംഭവം ഉണ്ട്, ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട്. ഇവരുടെ രണ്ടുപേരും ഡ്യൂട്ടി കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, എന്താണ് ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ളതിന്റെ ഡെഫിനേഷനകത്ത് എന്തൊക്കെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റിനകത്തുള്ള ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനം എന്നുള്ള സെക്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പൊ നോക്കിയേ, ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ശാരീരികമായും ലൈംഗികമായും വാക്കുകൾ കൊണ്ടും മാനസികമായുള്ള പീഡനം എല്ലാം എന്ത് തന്നെയാണ്. ഇതെല്ലാം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്നുള്ളതിന്റെ ഡെഫിനേഷനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ആണെങ്കിലും സെക്ഷൽ ആണെങ്കിലും മെന്റലി ഉള്ള അബ്യൂസ് എല്ലാം എവിടെ വരുന്നതാണ്? ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന് അണ്ടറിൽ അതിന്റെ ഡെഫിനേഷൻ അണ്ടറിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? മേൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. മേൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണ് ആൻസർ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഈ പറഞ്ഞ നിയമപ്രകാരം എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ള കാര്യം നോക്കി ഒന്ന് നോക്കിയോണം. ഇവിടുന്ന് പറയുമ്പോൾ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുക, മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുക, അതല്ല അതിന് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അതിന് ഒരുമ്പെടുകയാണെങ്കിലും എന്താണ് ഇത് ഗാർഹിക പീഡനത്തിന് അണ്ടറിൽ വരുന്ന സംഭവം. മാനസികമായ ശാരീരികമായ ഒന്നിൽ ഉപദ്രവിക്കുക എഴുതിയിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് ഒരുമ്പെടുകയോ ചെയ്യുന്നതും ശാരീരികമായും ലൈംഗികമായും വാചികമായും വൈകാരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നതും എന്ത് രണ്ടിൽ വരുന്നതാണ്? ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള ഡൗറി അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കൾ ചോദിക്കുക. അപ്പൊ ഈ സ്വത്ത് ചോദിച്ച് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ
എന്ത് ചെയ്യുക, ഹറാസ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ ഹറാസ് ചെയ്തത് എന്ത് തന്നെയാണ്, അതും ഡൊമസ്റ്റിക് വയലൻസിന് അണ്ടറിൽ വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ശാരീരികമായോ മാനസികമായോ ഉപദ്രവവും ക്ഷതവും ഉണ്ടാക്കിയാലും അതെന്ത് തന്നെയാണ്, അതും ഡൊമസ്റ്റിക് വയലൻസിന് അണ്ടറിൽ വരുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണ്. അപ്പൊ ഇതെല്ലാം ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്ന് അറിഞ്ഞിരിക്കണേ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. പറഞ്ഞ ശാരീരികവും ലൈംഗികവും വാക്കുകൾ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള ഉപദ്രവം എന്ത് തന്നെയാണ്, അത് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്നുള്ള ഡെഫിനേഷൻ അണ്ടറിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വരാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള സംഭവമുണ്ട്, വൈകാരികമായിട്ടുള്ള പീഡനം, സാമ്പത്തികമായിട്ടുള്ള പീഡനം, ലൈംഗിക പീഡനം, ഇതെല്ലാം എന്ത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗാർഹിക പീഡന നിരോധന നിയമം 2005 അകത്ത് ഗാർഹിക പീഡനം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ് ഇതിന് ആൻസർ. തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഓർത്തിരിക്കുക, ഈ ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആൻഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005 അത് എന്നാണ് നിലവിൽ വന്നത് ഓർത്തിരിക്കുക. 26 ഒക്ടോബർ 2006 ഈ നിയമം നിലവിൽ വരുന്നത്. അത് പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത് എന്നാണ് 13 സെപ്റ്റംബർ 2005 ഇത് പ്രസിഡന്റ് സൈൻ ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 2005 ഗാർഹിക പീഡന നിയമം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ശരിയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇത് ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഗാർഹിക ബന്ധത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കുടുംബത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ സ്വഭാവത്തിലുള്ള ബന്ധമാണ് ഈ പറഞ്ഞ ഗാർഹിക ബന്ധം എന്നുള്ളതിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ നോത്തിരിക്കും ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് വിവാഹ സ്വഭാവത്തിലുള്ള ബന്ധം മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് വൈഫിന് മാത്രമല്ല. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ഇതിന്റെ കൂടുള്ള നിങ്ങളുടെ സിസ്റ്ററിനും മദറിനും വിഡോ ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് കിട്ടും, ഈ പറഞ്ഞിട്ടുള്ള ഗാർഹിക പീഡന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഗാർഹിക ബന്ധം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വിവാഹപരമായ ബന്ധം മാത്രമല്ല, ഈ പറഞ്ഞിട്ടുള്ള വൈഫിന് മാത്രമല്ല മദറിനും ഈ പറഞ്ഞിട്ടുള്ള ഡോട്ടറിനും സിസ്റ്ററിനും എല്ലാം എന്ത് കിട്ടുന്നുണ്ട്, ഈ പറഞ്ഞ ഗാർഹിക പീഡന നിയമപ്രകാരം എന്ത് കിട്ടും, പ്രൊട്ടക്ഷൻ കിട്ടുമേ. അപ്പൊ അത് നോക്കണ്ട. അടുത്ത് നോക്കി, ഗാർഹിക പീഡനത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക വേദന ഉണ്ടാകുന്ന വിധത്തിൽ ആവർത്തിച്ചിട്ടുള്ള പീഡനം കൊടുക്കും. നമ്മൾ പറഞ്ഞാണ് എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് അല്ലേ. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഫിസിക്കലും മെന്റൽ അബ്യൂസും എല്ലാം എന്ത് തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഓപ്ഷൻ ശരിയാണ്. നെക്സ്റ്റ് നോക്കി, ഈ പറഞ്ഞിട്ടുള്ള പീഡിതയായ ഭാര്യയോ സ്ത്രീയോ ഭർത്താവിന്റെയോ പുരുഷ പങ്കാളിയുടെ ബന്ധുവിനെതിരെ പരാതി നൽകാൻ വെക്കും. കറക്റ്റ് ആണ്. കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ചോദിക്കരുത്. കാര്യം ഈ പറഞ്ഞിട്ടുള്ള മെയിൽ പാർട്ട്ണർ എന്നുള്ള സംഭവം ഈ ഡൊമസ്റ്റിക് വയലൻസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ലിവിങ് ടുഗദർ ആയിട്ടുള്ള ആൾക്കാർക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള മെയിൽ പാർട്ട്ണർ എന്നൊരു സംഭവം വരുന്നത്. ഈ മെയിൽ പാർട്ട്ണറിനെതിരെയും നമുക്ക് എന്ത് ചെയ്യാൻ വെക്കും, കേസ് കൊടുക്കാൻ വെക്കും. ഒരു കേസ് ഉണ്ട്, ഈ ഡി വേലുസ്വാമി വേഴ്സസ് പച്ചയമ്മ എന്നൊരു കേസ് ഉണ്ട്. എന്താണ് ഡി വേലുസ്വാമി വേഴ്സസ് പച്ചയമ്മ എന്നൊരു കേസ് ഉള്ളതാണ്. ഈ കേസ് പ്രകാരമാണ് എന്തോ ചെയ്യുന്നത്, പച്ചയമ്മ എന്നൊരു കേസ് ഉണ്ട്. ഈ കേസ് പ്രകാരമാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഉള്ളവർക്കും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടാൻ കാരണം ഡി വേലുസ്വാമി വേഴ്സസ് പച്ചയമ്മ എന്നുള്ള കേസ് ആണ് നോക്കിയിരിക്കുക കേട്ടോ. അപ്പൊ അത് പ്രകാരം ഈ പറഞ്ഞിട്ടുള്ള മെയിൽ പാർട്ണർ അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെയോ അവരുടെ ബന്ധുക്കൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ വെക്കും, പരാതി കൊടുക്കാൻ വെക്കും. അപ്പൊ നോക്കിയിരിക്കുക, ഇതിൽ 2ഉം 3ഉം കറക്റ്റ് ആണ്. ഈ പറയുന്ന 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് തെറ്റായത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നോക്കി, നിയമപരമായ വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ എന്നുള്ള നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാണ് ഈ ഡി വേലുസ്വാമി വേഴ്സസ് പച്ചയമ്മ കേസ് പ്രകാരം നിങ്ങൾക്ക് എന്താണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലുള്ള മെയിൽ പാർട്ട്ണറിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ വെക്കും, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാൻ വെക്കും. അപ്പൊ ആ പറഞ്ഞ നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാൻ ഒക്കൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. ഇന്നൊക്കെ ഇത് ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഈ പറഞ്ഞ മജിസ്ട്രേറ്റ് ആണ് ലാസ്റ്റ് നമ്മൾ കേസ് നടപ്പാക്കുന്ന മജിസ്ട്രേറ്റ് ഫ്രണ്ടിലാണ്. അപ്പൊ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ വെക്കും, ഈ പറഞ്ഞ നടപടികൾ രഹസ്യമായി നൽകാൻ വെക്കും എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഡോക്യുമെന്റിലുള്ളതാണ്. ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കുക. അപ്പൊ ഇത് 3ഉം കറക്റ്റ് ആണ്. ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് കേട്ടോ. നോക്കി ജസ്റ്റ് നോക്കിയിരിക്കുക, ഇതെല്ലാം ഉള്ളതാണ്. ഉത്തരവുകളുടെ കോപ്പികൾ കോടതി സൗജന്യമായി നൽകണം എന്നുള്ള സെക്ഷൻ ഉള്ളതാണ് കേട്ടോ, തെറ്റിക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി,
ഈ പറഞ്ഞ സെക്ഷൻ 19 നമ്മുടെ ഈ പറഞ്ഞ ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾ സംരക്ഷണ നിയമത്തിനകത്ത് ഉള്ള സെക്ഷൻ 19 എന്ത് പറയുന്നത്, ഒരു കേസ് വന്നു. അപ്പൊ ആ പറഞ്ഞ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കേസ് കൊടുത്ത ആൾക്ക് അതിന് പുള്ളിക്കാരിക്ക് എന്ത് കിട്ടും, നമുക്ക് താമസ ഉത്തരവ് അവർ പുറപ്പെടുവിക്കും. എന്താണ് താമസ ഉത്തരവുകൾ പുറപ്പെടുവിക്കാറുണ്ട്. അപ്പൊ ആ താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ സംഭവങ്ങളാണ് ലഭിക്കുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് ഒരു കേസ് കൊടുത്ത ഒരു സ്ത്രീക്ക് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താമസവുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കി പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർ കക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്ന ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കുകൾ ഉത്തരവ്. അത് കറക്റ്റ് ആണ്. വെച്ചാൽ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് താമസ സൗകര്യത്തിനുള്ള ഉത്തരവുകൾ എന്ന് പറയുന്നത്. ഇതാണ് സെക്ഷൻ 12 സംഭവമാണെന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് കണ്ടോ, ഇത് ഇവിടെ നമുക്ക് ചെയ്യാനൊക്കുന്നതാണ്. അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്, പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റെന്തെങ്കിലും വിധത്തിൽ അന്യായപ്പെടുത്തുന്നതിനോ എതിർ കക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. അതും കറക്റ്റ് ആണ് കേട്ടോ. അത് രണ്ടും കറക്റ്റ് ആണ്. ഇത് നോക്കി, എതിർ കക്ഷിയുടെ മാതാപിതാക്കളെ പങ്കുപാർത്ത വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ളത് അങ്ങനെ സംഭവം ഇല്ല. ഈ പറഞ്ഞിട്ടുള്ള ആർക്കെതിരെയാണോ കേസ് കൊടുത്തത് അവരുടെ പേരൻസിന് എന്ത് ചെയ്യാം, ഈ വീട്ടിൽ നിൽക്കാം, അവരെ പുറത്താക്കാൻ ഒക്കും എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഈ പറഞ്ഞ നിയമപ്രകാരം അലൗഡ് അല്ല. അതുകൊണ്ട് എയും ബിയും മാത്രമാണ് കറക്റ്റ് കേട്ടോ, തെറ്റിക്കരുത്. എയും ബിയും മാത്രമാണ് കറക്റ്റ്. അപ്പൊ നോക്കി, ഇപ്പൊ നോക്കുന്നത് ഇതാണ് എന്ത്, ഈ പറഞ്ഞ താമസ സൗകര്യത്തിൽ നിന്നുള്ള ഉത്തരവുകളിനകത്ത് വരുന്ന സെക്ഷൻ ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ ഫസ്റ്റ് എയും എന്താണ് ഡിയും നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതാണല്ലേ. ഇത് കൂടാതെ എന്തുണ്ട്, ഈ പറഞ്ഞ ഒരുമിച്ച് പാർത്ത വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ എതിർ കക്ഷിയോട് നിർദ്ദേശിക്കുക എന്നൊരു സംഭവം ഉള്ളതാണ്. പിന്നെ ഒന്നിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും എതിർ കക്ഷിയോ എതിർ കക്ഷിയുടെ ബന്ധുക്കളെയോ തടയുക എന്നുള്ളതുമുണ്ട്. പക്ഷെ എന്തൊക്കത്തില്ല, എതിർ കക്ഷിയുടെ മാതാപിതാക്കളെ ഈ പറഞ്ഞ വീട്ടിൽ നിന്നും പുറത്താക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ പറഞ്ഞ ഗാർഹിക പീഡന സംരക്ഷണ നിയമപ്രകാരം കേസുകൾ വിചാരണ നടത്തുന്നത് ആർക്കാണെന്ന് അധികാരം എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ഗാർഹിക പീഡന നിയമപ്രകാരം സംരക്ഷണ നിയമപ്രകാരം കേസുകൾ വിചാരണ നടത്തുന്ന ആരാണ്? മജിസ്ട്രേറ്റ് ആണ് കേട്ടോ. മജിസ്ട്രേറ്റ് ആണ് അധികാരം. ഇനി എന്താണ് മജിസ്ട്രേറ്റ് എന്നുള്ള ഒരു സംഭവം ഉള്ളത്, അപ്പൊ നോത്തിരിക്കുക. ഒന്നുകിൽ ഈ പറഞ്ഞ വയലൻസ് നടന്ന സ്ഥലം അതെവിടാണോ അവിടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എതിർ കക്ഷി താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗാർഹിക അതിക്രമം നടന്നതായി ആരോപിക്കുന്ന സ്ഥലത്ത് അധികാര പരിധിയുള്ള ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് എന്ത് മജിസ്ട്രേറ്റ് എന്നുള്ള സംഭവം. എന്താണ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് മജിസ്ട്രേറ്റ് എന്നുള്ള ഡെഫിനേഷൻ എന്നുള്ള വരെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നും മറന്നു പോരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവ റിപ്പോർട്ട് എന്ന സംഭവം DIR എന്നൊരു സംഭവം ഫയൽ ചെയ്യേണ്ടത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയിരിക്കും. നമ്മൾ പറഞ്ഞു ഇതിന്റെ ആൻസർ സംരക്ഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നൊരു സംഭവം ഞാൻ പറഞ്ഞില്ല അല്ലേ. സംരക്ഷണ ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് നമ്മുടെ സംരക്ഷണ ഉദ്യോഗസ്ഥരാണ്. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡേഴ്സും എന്ത് ചെയ്യും, ഈ പറഞ്ഞ റിപ്പോർട്ട് ഫയൽ ചെയ്യാറുണ്ട്, അവർ പ്രിപ്പയർ ചെയ്യാറുണ്ട് സാധാരണ. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് ആരാ, നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിന് ഇത് പ്രിപ്പയർ ചെയ്യാം. ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറിനെ പ്രിപ്പയർ ചെയ്ത് ഫയൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറിനെ കുറിച്ച് പറയുന്ന സെക്ഷനകത്ത് അവരുടെ ഡ്യൂട്ടീസിനകത്ത് പറയുന്നതാണ് എന്ത്, ഈ പറഞ്ഞ DIR അല്ലെങ്കിൽ ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറിനോ സർവീസ് പ്രൊവൈഡറിനോ എന്തോ ചെയ്യാൻ ഒക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ഇൻസിഡന്റ്, അതാണ് ഈ പറഞ്ഞ DIR എന്നുള്ള പറഞ്ഞ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറും സർവീസ് പ്രൊവൈഡറും അവർ രണ്ടുപേർക്കും പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നത്, പിന്നീടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് സംരക്ഷണ ഉദ്യോഗസ്ഥന് പകരം എന്താണ് നമ്മുടെ സർവീസ് പ്രൊവൈഡറിന്റെ പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സർവീസ് പ്രൊവൈഡർ ആയതിന് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. താഴെ പറയുന്ന 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കി, ഇതാണ് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ് എന്നുള്ളത് ഇത്രയുമാണ്. ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. നോക്കി, പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കിയിരിക്കുക. നമുക്കറിയാം നമ്മൾ പറഞ്ഞു ഗാർഹിക സംഭവത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാം, നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലേ. നോക്കിയാൽ ഈ പറഞ്ഞ മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കാൻ സഹായിക്കുന്നത് ആര് തന്നെയാണ്, ഈ പറഞ്ഞ ഡ്യൂട്ടിയാണ് പ്രൊട്ടക്ഷൻ ഓഫീസറിനെ. ഇനിയും ഈ പറഞ്ഞിട്ടുള്ള കേസ് കൊടുത്ത ആൾക്ക് അല്ലെങ്കിൽ സങ്കടപ്പെട്ട വ്യക്തിക്ക് നമ്മുടെ
ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമപ്രകാരം അവർക്ക് നിയമസഹായം കിട്ടുന്ന ഉറപ്പുവരുത്തേണ്ടത് ആര് തന്നെയാണ്? ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസർ ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ഫസ്റ്റ് വൺ എന്താണ്? ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളത് ആരുടെ വർക്കല്ല, അത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ വർക്കല്ല. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് തെറ്റ്. ബാക്കി ഇത് മൂന്നും ശരിയാണ്. അപ്പൊ നോക്കി, ഇതാണ് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസർ ചുമതല എന്നുള്ള സെക്ഷൻ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഈ പറഞ്ഞ മജിസ്ട്രേറ്റിനെ സഹായിക്കുക എന്നുള്ളത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിനെ സഹായിക്കുക എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് നോക്കിയിരിക്കുക. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ് എന്നുള്ള സെക്ഷനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സ്ത്രീധനം കൊടുക്കുന്നതുമായി മാധ്യമ പരസ്യം നൽകുന്നത് ശിക്ഷാർഹമാവുന്നത് ഏത് നിയമപ്രകാരമാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഈ പറഞ്ഞ സ്ത്രീധന നിരോധന നിയമം എന്നൊരു സംഭവം ഉണ്ട് അല്ലെ. സ്ത്രീധന നിരോധന നിയമം എന്നൊരു സംഭവം ഉള്ളതാണ്. ഈ പറഞ്ഞ സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് 1961 ആണ്. 1961 സ്ത്രീധന നിരോധന നിയമം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് 1 ജൂലൈ 1961 എന്ത് വരുന്നത്? ഈ പറഞ്ഞ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത് എന്നാണ്. 1 ജൂലൈ 1961 എന്ത് വരുന്നത്? സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത്. ഈ പറഞ്ഞ സ്ത്രീധന നിരോധന നിയമത്തിന്റെ സെക്ഷൻ 4 A എന്നാണ്. സെക്ഷൻ 4 Aക്കകത്താണ് എന്തു പറയുന്നത്? ഈ സ്ത്രീധനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ പരസ്യം നൽകുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്നത് എവിടെയാണ്? സ്ത്രീധന നിരോധന നിയമത്തിന്റെ സെക്ഷൻ 4 Aയിലാണെന്ന് ഓർത്തിരിക്കുക. എന്നാണ് നിലവിൽ വരുന്നത് ഓർത്തിരുന്നത്? 1 ജൂലൈ 1961 എന്ത് വരുന്നത്? നമ്മുടെ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത്. നോക്കി, നെക്സ്റ്റ് നോക്കി, ഇതിനകത്ത് ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റൻ ആണ്. പോഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ എന്താണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം എന്നുള്ള നിയമം 2013 പ്രകാരം താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കി, താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റൻ. നോക്കിയിരിക്കുക, ഈ പറഞ്ഞ പോഷനെ കുറിച്ചിട്ട് വളരെ കുറച്ചേ ഉള്ളൂ പോഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ പോഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് നമുക്കെന്നാണ് ഈ പറഞ്ഞ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് അല്ലെങ്കിൽ പോഷ് എന്നുള്ള സംഭവം 9th ഡിസംബർ എന്നാണ്. 9th ഡിസംബർ 2013 എന്ത് നിലവിൽ വരുന്നത് എന്നാണ്. 9th ഡിസംബർ 2013 പോഷ് നിലവിൽ വരുന്നത് എന്നാണ്. 9th ഡിസംബർ 2013 എന്ത് നിലവിൽ വരുന്നത്? പോഷ് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയൽ നിരോധനം പരിഹാരം എന്നുള്ള നിയമം നിലവിൽ വരുന്നത് എന്നാണ്. 9th ഡിസംബർ 2013 ഓർത്തിരിക്കുക. ഇതിന് മുമ്പ് അറിയേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞിരിക്കാം. ഞാൻ ഈ പറഞ്ഞ പോഷ് ഒരു സംഭവം വരാൻ കാരണമായ ഒരു സംഭവം വിശാഖ ഗൈഡ് ലൈൻ ഒരു സംഭവം ഉണ്ട്. എന്താണ് വിശാഖ ഗൈഡ് ലൈൻ ഒരു സംഭവം ഉള്ളതാണ്. വിശാഖ ഗൈഡ് ലൈൻ, ഈ പറഞ്ഞ വിശാഖ ഗൈഡ് ലൈൻ സുപ്രീം കോടതി പുറപ്പെടുവിക്കാൻ കാരണമായ ഒരു കേസ് 1997 നടന്നിട്ടുണ്ടെന്നാണ്. 1997 വിശാഖ വേഴ്സസ് രാജസ്ഥാൻ കേസ് എന്നാണ്. വിശാഖ വേഴ്സസ് രാജസ്ഥാൻ കേസ് 1997 പ്രകാരമാണ് വിശാഖ ഗൈഡ് ലൈൻസ് നമ്മൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വിശാഖ ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് പോഷ് വർക്ക് ചെയ്യുന്നത് നോക്കിയത്. വിശാഖ ഗൈഡ് ലൈൻ ആണ് ഈ പോഷ് ആക്ടിന്റെ ബേസ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, നമ്മുടെ ക്വസ്റ്റൻ നോക്കാം. എന്താണ് ക്വസ്റ്റൻ നോക്കി, ഇതിനകത്ത് കുറെ ആൾക്കാരാണ് നോക്കിയിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ICC എന്നൊരു സംഭവം ഉണ്ട്, ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് 2 സംഭവങ്ങളുണ്ട്. നോക്കിയിരിക്കുക, ഇവരുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് 10ൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള ആൾക്കാരെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ആ കമ്പനിയിൽ തന്നെ എന്ത് കാണും? ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി കാണും. അതിൽ കുറവുള്ളവർക്ക് പിന്നെ എന്തോ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റി കാണത്തുള്ളൂ. ഈ പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്കും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാതെ പദവി വഹിക്കും. ഇവരുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷമാണ് എന്നുള്ളതാണ്. അത് ആ ഓപ്ഷൻ ശരിയാണ്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പ്രിസൈഡിംഗ് ഓഫീസറും ICCക്ക് അകത്തുള്ള അംഗങ്ങളും ഈ പറഞ്ഞ നോമിനേറ്റ് ചെയ്ത ദിവസം മുതൽ 3 വർഷം വരെയാണ് ഇവർ പദവി തിരിക്കുക. അപ്പൊ ഇവരുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 വർഷമാണ്. ആ ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. ഇത് നോക്കി, സീനിയർ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കണം ഒരു പ്രിസൈഡിംഗ് ഓഫീസർ. കറക്റ്റ്. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആണ് എന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയുടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സീനിയർ തലത്തിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് വരേണ്ടത്. പക്ഷെ നോക്കി വാക്കട്ടെ, ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നുള്ളതാണ് തെറ്റാണ്. അങ്ങനെയല്ല. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ഈ പറഞ്ഞ ഫുൾ ഗവൺമെന്റ് മാത്രമല്ല, ഗവൺമെന്റ് ആണെങ്കിലും സെമി ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ്, എവിടെ ആണെങ്കിലും എന്താണ് പോസ്റ്റ് ബാധകമാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കകത്ത് പ്രിസൈഡ് ചെയ്ത് വരേണ്ടത് ആ ഒരു കമ്പനിയിലെ എന്താണ് ഹയർ റാങ്കിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷെ ആ സ്ത്രീയെ നോമിനേറ്റ് ചെയ്യുന്നത് ആരല്ല? സംസ്ഥാന സർക്കാരൊന്നും അല്ല കേട്ടോ. സംസ്ഥാന സർക്കാരൊന്നും അല്ല ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഓപ്ഷൻ തെറ്റാണേ.
അതുകൊണ്ട് ഓപ്ഷൻ തെറ്റാണെന്ന് ഓർത്തിരിക്കുക. നോക്കിനി, പീഡനത്തിനിരയായ ഏതൊരു സ്ത്രീക്കും കഴിഞ്ഞ സംഭവം നടന്ന തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ, അതല്ല ഓർത്തിരിക്കുക, ഈ പറഞ്ഞ 1 മാസമല്ല 3 മാസത്തിനുള്ളിൽ, വിത്തിൻ 3 months പുള്ളിക്കാരിക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വിത്തിൻ 3 months ആണ് എന്ത് ചെയ്യേണ്ടത്, 3 മാസം വരെ അതിനുള്ളിൽ പരാതി കൊടുത്താലും മതി. ഈ പറഞ്ഞ പോഷ പ്രകാരം എന്തെങ്കിലും ഒരു വയലൻസ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 months ആണ് എന്ത് ചെയ്യേണ്ടത്, പരാതി കൊടുക്കേണ്ടത്. അപ്പൊ പറഞ്ഞ ഇതിനകത്ത് 1ാമത്തെ ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ് കേട്ടോ. 1 മാത്രമാണ്, ഓൺലി 1 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ എല്ലാം നമ്മുടെ ഈ എവിടെയുണ്ട്, ആ ഡോക്യുമെന്റിലുള്ളതാണ്. ഓർത്തിരിക്കുക. നോക്കി എന്തൊക്കെയാണെന്ന്. ഈ പറഞ്ഞ ആഭ്യന്തര പരാതി സമിതി അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കമ്പനിക്ക് അകത്ത് ഫോം ചെയ്യുന്നതാണ്. 10ൽ കൂടുതലാണ് നിങ്ങളുടെ അവിടുത്തെ ആൾക്കാരുടെ എണ്ണം എങ്കിലും എന്ത് നമുക്ക് ഒരു ICC വരും. നോക്കി ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ കമ്മിറ്റിയുടെ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സീനിയർ ലെവലുള്ള ഒരു വനിതയായിരിക്കണം എന്നുള്ള സംഭവം നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇതുകൊണ്ട് ഇതിനകത്ത് നോക്കി. ഇനി എന്താണ്, കുറഞ്ഞതും 4 അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതും അംഗങ്ങളിൽ പകുതിയിൽ കൂടുതലും സ്ത്രീകളായിരിക്കേണ്ടതുമാണ്. ഇതാണ് എന്താണ് ഇന്ത്യൻ കംപ്ലൈന്റ് കമ്മിറ്റിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ സംസ്ഥാന സർക്കാരൊന്നും അല്ല ഇതിനെ നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കി, ഇനി അടുത്താണ് എന്ത്, ഈ പറഞ്ഞ ഓരോ ജില്ലയിലും ഈ നിയമപ്രകാരം എന്തോ വേണം, ഒരു ജില്ലാതല ഓഫീസർ ഉണ്ടായിരിക്കണം. എല്ലാ ജില്ലയിലും ഈ പറഞ്ഞ പോഷ് നിയമത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ജില്ലാതല ഓഫീസർ ഉണ്ടായിരിക്കണം നോക്കിയിരിക്കുക. ഇനി ഈ പറഞ്ഞ ഓരോ ജില്ലാ ഓഫീസറുമാണ് എന്തോ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ ലോക്കൽ കംപ്ലൈന്റ്, നമ്മൾ പറഞ്ഞു ICCയും ഉണ്ട് LCCയും ഉണ്ട്. ഈ പറഞ്ഞ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റിയെ നിയമിക്കേണ്ടത് ആരാണ്, ഈ പറഞ്ഞ ജില്ലയിലുള്ള ഓഫീസേഴ്സ് ആണെന്ന് നോക്കിയിരിക്കുക കേട്ടോ. എന്താണ്, ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റിയെ നിയമിക്കേണ്ടത് ആ ഓരോ ജില്ലയിലുമുള്ള ഓഫീസേഴ്സ് ആണെന്ന് നോക്കിയിരിക്കുക. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓൾഡ് പറഞ്ഞത് എന്താണ്, ICC രൂപീകരിക്കേണ്ട ആവശ്യമില്ലാത്ത 10ൽ കുറവ് എണ്ണമുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവർ ഈ പറഞ്ഞ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കാണ് പരാതി കൊടുക്കേണ്ടത് കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നോക്കിയാൽ നമ്മൾ പറഞ്ഞാണ് ഈ പറഞ്ഞ ജില്ലാ ഓഫീസാണ് കമ്മിറ്റിയിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ കാലാവധി 3 വർഷമായിരിക്കുന്നുള്ളവരെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം പറഞ്ഞ ICC ആണെങ്കിലും LCC ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ അംഗങ്ങളുടെ ഡ്യൂറേഷൻ 3 വർഷമാണ്. ഇന്ത്യൻ കംപ്ലൈന്റ് കമ്മിറ്റിക്കകത്ത് വരേണ്ട ഹയർ പൊസിഷനിൽ വരേണ്ട ആൾക്കാരെ ഒന്നും സംസ്ഥാന സർക്കാർ ഒന്നുമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഓർത്തിരിക്കുക, ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാ ജില്ലയിലും ഒരു ജില്ലാ ഓഫീസർ കാണും. ആ പുള്ളിയാണ് ഈ പറഞ്ഞ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റി ഫോം ചെയ്യുന്നതും അവിടുത്തെ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നതും ആരാണ്, ആ ജില്ലാ ഓഫീസറാണ്. ഇവരുടെ എല്ലാം ഡ്യൂറേഷൻ എത്രയാണ്, 3 years ആണ് നോക്കിയിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി എന്താണ് പറയുന്നത്, കാരണം സംഭവം നടന്ന് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, പരാതിക്കാരിക്ക് പരാതി കൊടുക്കാം. ഇനി ഈ പറഞ്ഞ പരാതി കൊടുത്തിട്ട് എന്തോ ചെയ്യണം, ഇവർ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഇവരൊരു പിഴ പറയും. അപ്പൊ ആ പിഴ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ഇനി പറഞ്ഞ കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം തുക എതിർകക്ഷി നൽകാൻ വിസമ്മതിച്ചാൽ റവന്യൂ റിക്കവറി നടപടി പ്രകാരമാണ് തുക ഈടാക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഈ പറഞ്ഞിട്ട് ആർക്കെതിരെയാണോ കേസ് കൊടുത്തത് ആ പുള്ളി എന്താണ് ഈ പറഞ്ഞ ഇവർ പറഞ്ഞ പെനാൽറ്റി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് റവന്യൂ റിക്കവറി നടപടി പ്രകാരം ആ ആളുടെ കയ്യിൽ നിന്നും ആ പറഞ്ഞ തുക ഈടാക്കാവുന്നതാണ്. നെക്സ്റ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എന്തെടുക്കാം, ഈ പറഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസൺ ആക്ട് എന്നൊരു സംഭവമാണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിഹാരവും ക്ഷേമവും എന്നൊരു നിയമമുണ്ട്. അപ്പൊ നോക്കിയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് പാർലമെന്റ് എപ്പോൾ പാസ്സാക്കി, 29th ഡിസംബറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയമം പാസ്സാക്കുന്നത്. എന്നാണ് 29th ഡിസംബർ 2007 പാസ്സാക്കുന്നത് നോക്കിയിരിക്കണം കേട്ടോ. 2007 29 ഡിസംബറിലാണ് മാതാപിതാക്കളെ മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം പാസ്സാക്കുന്നത് നോക്കിയിരിക്കുക. ഇനിയും ഇത് നമ്മൾ അവിടെ പാസ്സാക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് കേരളം എപ്പോഴാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് അറിയിക്കണം. കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയിരിക്കുക, ഈ പറഞ്ഞ 24th സെപ്റ്റംബർ 2008 എന്തോ ചെയ്യുന്നത്, കേരളം ഈ ഒരു നിയമം അഡോപ്റ്റ് ചെയ്യുന്നതാണ്. 24 സെപ്റ്റംബർ 2008 കേരളം ഈ നിയമം അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ക്വസ്റ്റൻ നോക്കി, ഇതിൽ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ശരി എന്നുള്ളതാണ് നോക്കി. ഓപ്ഷൻ നോക്കി, ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കി. ഈ പറഞ്ഞ നിയമപ്രകാരം എന്താണ്, ട്രൈബ്യൂണൽ എന്നൊരു സംഭവം അവർ ഫോം ചെയ്യും. ഈ പറഞ്ഞ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞതിനകത്ത് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അധ്യക്ഷനായെന്ന് പറയുന്നത് ഓർത്തിരിക്കുക, തെറ്റാണ്. ഈ പറഞ്ഞ ട്രൈബ്യൂണലിലെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സബ് ഡിവിഷൻ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അധ്യക്ഷ പദവി വായിക്കുന്നത്. നമ്മുടെ ഇതിനകത്തുള്ളതാണ് എന്താണ്, സംസ്ഥാനത്തിന്റെ സബ് ഡിവിഷൻ ഓഫീസർ റാങ്കിൽ താഴെ ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ ട്രൈബ്യൂണലിന്റെ അധ്യക്ഷ പദവി വഹിക്കണം. അപ്പൊ ഈ പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. സബ് ഡിവിഷൻ ഓഫീസറിന്റെ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കും ഇരിക്കുന്നത്, അല്ലാതെ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന്റെ റാങ്ക് എല്ലാം ഓർത്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് എന്താണ്, ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രൈബ്യൂണലിന്റെ മുന്നിൽ ഒരു വിഷയം ഉണ്ടായേക്കാം,
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രൈബ്യൂണലിന് അപ്പീൽ നൽകാൻ. കറക്റ്റ് ആണ്. ഈ പറഞ്ഞ അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ കൊണ്ടുപോയി ഒരു അപ്പീൽ കൊടുക്കേണ്ട വിത്തിൻ 60 days ആണ് നോക്കുന്നത് കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം? അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഫ്രണ്ടിൽ വിത്തിൻ 60 days എന്ത് ചെയ്യാം? പരാതി കൊടുക്കാനൊക്കെ കറക്റ്റ് ആണ്. ഇനി എന്താണ്? നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രൈബ്യൂണലിന് മുമ്പാകെയുള്ള ഒരു നടപടിയെയും ഒരു പ്രകാരം ആരും വന്ന് എന്ത് ചെയ്യാൻ ഒരു നിയമ പ്രാക്ടീഷണർമാർക്കും റെപ്രസെന്റ് ചെയ്യാൻ അധികാരമില്ല. അത് ഞാൻ കാണിച്ചു ഉള്ളതാണ് സംഭവം. സെക്ഷൻ 17 പറയുന്നതാണ്, ഒരു കാരണവശാലും ആ ഒരു കക്ഷിക്ക് ഒരു അഭിഭാഷകൻ മുഖേന പ്രതിനിധാനം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല എന്നുള്ള സെക്ഷനകത്തുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ ആർക്കെതിരെയാണ് കേസ് കൊടുത്തത് അവരെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു ലോ പ്രാക്ടീഷണറിന് വരാൻ ഒക്കത്തില്ല എന്നുള്ള സെക്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ 2ഉം 3ഉം കറക്റ്റ് ആണെന്നുള്ളതാണ് ഓപ്ഷൻ കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇതാണ് ഇതിനകത്ത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. എന്താണ്? സബ്ഡിവിഷൻ ഓഫീസറുടെ റാങ്കിൽ താഴെടുത്തൊരു ഉദ്യോഗസ്ഥനായിരിക്കണം എന്ത് വേണ്ടത്? ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായിട്ട് വേണ്ടത് കേട്ടോ. ഇനി അപ്പലേറ്റ് ട്രൈബ്യൂണലാണെന്നുള്ളത് എന്താണെന്ന് നോക്കി. ഈ പറഞ്ഞ ജില്ലാ മജിസ്ട്രേറ്റിന്റെ പദവിക്ക് താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കും എവിടെ വരുന്നത്? അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. മറ്റേ പറഞ്ഞാൽ ട്രൈബ്യൂണലിന്റെ കേസാണ് ഇത്. അപ്പലേറ്റ് ട്രൈബ്യൂണലാണ് ആര്? ജില്ലാ മജിസ്ട്രേറ്റിന്റെ പദവിയിൽ താഴെത്തുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടത്? അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷത വഹിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 61 വയസ്സുള്ള എ എന്നുള്ളൊരു വിഭാരനായ വ്യക്തി തന്റെ മക്കളായ എക്സ് പുരുഷൻ 31 വയസ്സാണ്, വൈ സ്ത്രീ വിവാഹിതയായ 28 വയസ്സുള്ള ആൾ, ഇസഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്ക് തന്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വിധിച്ചു നൽകി എന്നുള്ളതാണ്. സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിനെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ഈ നിയമപ്രകാരം സ്വത്ത് ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാവരും ഒരുപോലെ ഈ പറഞ്ഞ വ്യക്തിയെ പരിപാലിക്കാൻ എന്താണ്? ബാധ്യസ്ഥനാണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ ഈ നിയമപ്രകാരം മക്കൾ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ മൈനറാണ്. ഈ നിയമപ്രകാരം കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മേലുള്ളതാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരത്തില്ല? മൈനറാണ്. അപ്പൊ ഈ പറഞ്ഞ മൈനർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതാപിതാക്കളെ പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇല്ല. ബാക്കി എല്ലാവർക്കും എന്തുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള മാതാപിതാക്കളെ പരിപാലിക്കാനുള്ള സംഭവമാണ്. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്ക് 61 വയസ്സാണുള്ളത്. നമുക്കറിയാം ഈ പറഞ്ഞ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 വയസ്സിനോ മുകളിലോ ഉള്ളവർ എന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരനാണ്. 61 വയസ്സുള്ള ആളെന്ന് പറഞ്ഞാൽ മുതിർന്ന പൗരൻ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് എക്സിനും വൈക്കും ഇസഡിനും തുല്യമായിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് പരിപാലിക്കാൻ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ എക്സും വൈയും ഇസഡും, ഈ പറഞ്ഞ ആൺകുട്ടിക്ക് 15 വയസ്സുണ്ട്, 18 വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ ആൺകുട്ടിയും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? പരിപാലിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? എക്സിനും വൈക്കും തുല്യമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇവരെ പരിപാലിക്കേണ്ട ഒരവസ്ഥ വരുന്നത്. ഈ ക്വസ്റ്റ്യൻ അത്രയും ക്ലിയർ അല്ല, ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പം പുള്ളിക്ക് എന്തില്ല, ഇപ്പോഴാണ് ഒരു അവസ്ഥ പരിപാലിക്കാൻ ഒക്കാത്തൊരവസ്ഥ വരുന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സും വൈയുമാണ് പരിപാലിക്കേണ്ടത്. അതല്ല ഈ പറഞ്ഞ ഇസഡ് എന്നുള്ള ആൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ എക്സും വൈയും ഇസഡും എന്താണ്? ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിൾ ആണ് ഈ ടേക്ക് കെയർ ചെയ്യാൻ കേട്ടോ. മാതാപിതാക്കൾക്ക് മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണ ചെലവ് നൽകുന്ന 2007 നിയമപ്രകാരം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാന്നുള്ളതാണ് കേട്ടോ. സംരക്ഷണ ചെലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രൈബ്യൂണൽ വിധേയമാക്കേണ്ടത്. 2007 നിയമപ്രകാരം 10,000 രൂപ തന്നെയാണ് മാക്സിമം ആയിട്ട് വരുന്നത്. ഇതൊന്ന് അമെൻഡ് ചെയ്ത് 2014 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആ ഒരു മാക്സിമം ലിമിറ്റ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് പ്രകാരം കറക്റ്റാണ്. ഈ നിയമപ്രകാരം അപ്പീൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ബന്ധപ്പെട്ട ജില്ലാ ജഡ്ജിക്ക് സമർപ്പിക്കണം. തെറ്റാണ്. ജില്ലാ ജഡ്ജിക്കല്ല സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനകത്ത് ആദ്യം കൊണ്ട് ട്രൈബ്യൂണലാണ് പരാതി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് പറയുമ്പോൾ 1ാമത്തെ ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ പറഞ്ഞ നിയമപ്രകാരം 2007 മാതാപിതാക്കളെ മുതിർന്ന പൗരന്മാരുടെ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നുള്ളത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ. മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആൾക്കാരെല്ലാം എന്ത് തന്നെയാണ്? മുതിർന്ന പൗരനാണ്. എന്താണ്? 60 വയസ്സ് തികഞ്ഞതോ 60 വയസ്സിലോ മുകളിലോ ഉള്ളവർ എന്ത് തന്നെയാണ്? അത് മുതിർന്ന പൗരൻ എന്നുള്ള സെക്ഷനിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള കേസ് ഒന്ന് നോക്കിയിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സ്ത്രീകളുടെ സംരക്ഷണ നിയമത്തിനകത്ത് വരുന്നതും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം വരുന്ന ഇതിനകത്താണ്. ഇതിനകത്ത് ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സംരക്ഷണ നിയമം, ചൈൽഡ് വെൽഫെയർ ഒരു സെക്ഷൻ വരുന്നത്, അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പോസ്കോയും ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ ഇതിനകത്തുള്ളൂ. ബാക്കിയാണ് നമ്മൾ എടുത്തതാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വായിക്കാൻ നോക്കട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.